Marketing. Marketing refers to the process of identifying, anticipating, and satisfying customer needs profitably. It involves activities from product design to after sale services. ഒരു ഫേം അതൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന്. അങ്ങനെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് മുതൽ അത് വാങ്ങിയ ശേഷം നല്ല ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവരിലേക്ക് എത്തിച്ച് അവരെ വീണ്ടും ആ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു എഫേർട്ട് കൂടി എടുക്കണം. എങ്കിൽ മാത്രമേ ലോങ് ടേമിലേക്ക് ഒരു ഫേമിന് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കൂ. അതിന് വേണ്ടിയിട്ട് എല്ലാ കമ്പനീസും എല്ലാ ഫേംസും ഇന്ന് മാർക്കറ്റിങ്ങിലേക്ക് കൂടുതൽ അവരുടെ എഫേർട്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇടുന്നുണ്ട്. കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഏത് ഫേമിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഘടകം. ഫിലിപ്പ് കോട്ടർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ ആൻഡ് മാനേജറിയൽ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഒബ്റ്റെയിൻ വാട്ട് ദേ നീഡ് ആൻഡ് വാട്ട് ത്രൂ ക്രിയേറ്റിംഗ്, ഓഫറിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് പ്രോഡക്ട്സ് ഓഫ് വാല്യൂ. മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ് ആർ ടാഞ്ചിബിൾ ഐറ്റംസ്, അതായത് നമുക്ക് തൊടാൻ പറ്റുന്ന ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി സീൻ, ടച്ച്ഡ് ആൻഡ് ഓൺ. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് സ്മാർട്ട് ഫോണ്, ക്ലോത്ത്, ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്കത് കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും, നമുക്കത് വാങ്ങാൻ പറ്റും. ടാഞ്ചിബിൾ ആണ്, അതുപോലെ തന്നെ സ്റ്റോറബിൾ ആണ്, സ്റ്റാൻഡർഡൈസ്ഡും ആണ്. കീ ആസ്പെക്റ്റ് ഇൻ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസൈനിങ് ഫീച്ചേഴ്സ്, ക്വാളിറ്റി ആൻഡ് പാക്കേജിങ്. ആദ്യം തന്നെ നമ്മുടെ ഒരു ഫോം ഒരു പ്രൊഡക്റ്റ് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഡിസൈനിങ്ങിൽ തന്നെ അവർ ശ്രദ്ധിക്കും. നല്ല പാക്കറ്റിംഗ്, നല്ല എംബ്ലംസ്, കളർ തീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് ഒരു ഐ ക്യാച്ചിങ് ആയിട്ട് നിൽക്കും. ഇപ്പം തന്നെ ഒരുപാട് ആഡുകൾ നമ്മളുടെ ടി വി ചാനലിലും ബാക്കി സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുമ്പം നമുക്കത് ചിലപ്പം ആവശ്യം ഉണ്ടാവില്ല പ്രൊഡക്റ്റ്, പക്ഷേ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മളത് വാങ്ങും. അതാണ് ഈ മാർക്കറ്റിങ്ങിൽ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിലും പാക്കേജിങ്ങിലും ഒക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യം. പ്രൈസിങ് സ്ട്രാറ്റജി, സെറ്റിംഗ് കോമ്പറ്റേറ്റീവ് പ്രൈസസ്. അതായത് ചില പ്രൊഡക്ട്സിന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് പണത്തിൻ്റെ പ്രൊഡക്റ്റ് ഒരുപാട് ഹൈ എമൗണ്ട് ഇനീഷ്യൽ തന്നെ ചാർജ് ചെയ്യും. ഇപ്പം ഐഫോണൊക്കെ. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ചധികം പണം ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെയാണ്. എന്നാൽ ചിലർ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാൾ ലോ പ്രൈസിൽ പ്രൊഡക്റ്റ് വിൽക്കും. അപ്പം കുറച്ചും കൂടി ചീപ്പറായിട്ട് പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയും അവർക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനും കഴിയും. പ്ലേസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷന് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇന്ന് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. പ്രൊമോഷൻ, അഡ്വർടൈസിങ് പണ്ട് ടി വിയിൽ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ പത്രത്തിൽ മാത്രമാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയസിൽ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാം. സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്. നമ്മളുടെ വീടുകളിലൊക്കെ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അവർ നമ്മളോടൊന്ന് കാണാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് വാങ്ങുകയാണെങ്കിൽ വാങ്ങിയാലോ എന്ന് കരുതിയിട്ടാണ്. ആഫ്റ്റർ സെയിൽ സർവീസസ്. ഇപ്പോൾ നമ്മൾ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലത്തെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അതിന് വാറൻറ്റി ഉണ്ടാവും, റിപ്പയർ സർവീസസ് ഉണ്ടാവും, എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ ആഫ്റ്റർ സെയിൽ സർവീസസ് ആണ്. കാരണം അങ്ങനെ ഇപ്പം ഒരു ടി വി ഒരു 5 വർഷം എന്നുള്ള വാറൻറ്റി പീരീഡിൽ 3 വർഷം കൊണ്ട് തന്നെ കേടാകുവാണെങ്കിലും ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും, പക്ഷെ അത് കേടായാലും അത് റിപ്പയർ ചെയ്യുന്ന ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാകുമ്പോൾ ആൾക്കാർ കൂടുതൽ ആ ബ്രാൻഡിലേക്ക് റിട്ടേൺ ചെയ്യും. മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസ് ഓർ ബെനിഫിറ്റ്സ് ഓഫേർഡ് ടു സാറ്റിസ്ഫൈ നീഡ്സ്. അതായത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും എന്നല്ലാതെ നമുക്ക് ഒരു കൺസൾട്ടേഷൻ നമുക്ക് അത് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റില്ല. നമുക്ക് ഡോക്ടറെ കാണാം, പക്ഷേ ഒരു തരുന്ന സർവീസ് നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ടൂറിസം, ഇൻഷുറൻസ് ഫീൽഡിലൊക്കെ നമ്മൾ സർവീസാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും ഒരു പ്രൊഡക്റ്റോ ഒരു കാര്യമോ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് ഇൻടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ അല്ല. അതുപോലെ തന്നെ അത് പെരിഷബിൾ ആണ്. നമുക്കൊരു സർവീസ്, ഒരു ഡോക്ടറെ സർവീസ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്കൊരു വാച്ചോ ഫോണോ വാങ്ങി
വീട്ടിൽ കൊണ്ടുപോകുന്ന പോലെ ഒരിക്കലും ഒരു ഡോക്ടറുടെയോ ഒരു ടീച്ചറുടെയോ ഒരു ബാങ്കിങ് സർവീസോ അറ്റ് എ ടൈം അവിടെ പോയിട്ട് അത് ഫീൽ ചെയ്യാം, അത് എനിക്ക് ആ സർവീസ് എനേബിൾ ചെയ്യാം എന്നല്ലാതെ എനിക്കത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇൻസെപ്പറബിൾ ആണ്. അതായത് ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നു, ഞാൻ അവിടുന്ന് ടി വി വാങ്ങുകയാണെങ്കിൽ എനിക്ക് ആ ഷോപ്പിൽ നിന്ന് ടി വി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഒരു സർവീസ് എനിക്ക് എവിടെയാണോ ആ സർവീസ് കിട്ടുന്നത് അവിടെ ചെന്നിട്ട് ആ സർവീസ് എനിക്ക് സ്വീകരിക്കാം എന്നല്ലാതെ അതെനിക്ക് സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതായത് ഇത് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് സൈമൾട്ടേനിയസ്ലി ആണ്. എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പം തന്നെയാണ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്. എപ്പോഴാണോ നമുക്കൊരു ഡോക്ടർ കൺസൾട്ടേഷൻ ഒരു ടൈം, ആ ടൈമിൽ പോയി എനിക്ക് ആ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാം എന്നല്ലാതെ അതിന് ശേഷം അത് എനിക്ക് പ്രൊഡ്യൂസും കൺസ്യൂമും 2 തവണ ചെയ്യാൻ പറ്റില്ല. അതായത് ടി വി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ദിവസമാണെങ്കിൽ അത് ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ അത് വിൽക്കുന്നത്. അപ്പോഴാണ് നമ്മളത് വാങ്ങിയിട്ട് കൺസ്യൂം ചെയ്യുന്നത്. എന്നാൽ സർവീസ് ഒരിക്കലും അങ്ങനെയല്ല. അതുപോലെ തന്നെ സർവീസ് ഹെറ്ററോജീനിയസ് ആണ്. കീ ആസ്പെക്ട്സ് ഇൻ മാർക്കറ്റിംഗ് സർവീസസ്. മാർക്കറ്റിങ്ങിനെ നമ്മൾ 7 P's വെച്ചിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സർവീസ് മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ടാഞ്ചിബിൾ ആണ്, ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ് ആൻഡ് ഓൺ. എന്നാൽ സർവീസ് മാർക്കറ്റിങ്ങിൽ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻടാഞ്ചിബിൾ ആണ്, ദാറ്റ് വി കാൺ ടച്ച് ഓർ കാൺ ബി ഓൺഡ്. സ്റ്റോറേജ് പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിൽ ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ഫർദർ യൂസ്. ഒരു പ്രൊഡക്റ്റ് നമുക്ക് അത് എപ്പോഴാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പം തന്നെ അത് കൺസ്യൂം ചെയ്യണമെന്നില്ല, വി ക്യാൻ സ്റ്റോർ ഇറ്റ്. എന്നാൽ സർവീസ് പെരിഷബിൾ ആണ്, ദാറ്റ് കനോട്ട് ബി സ്റ്റോർഡ്. സ്റ്റാൻഡർഡൈസേഷൻ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിൽ ഈസിയർ ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി. എന്നാൽ സർവീസിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആൻഡ് ഡിപ്പെൻഡൻ്റ് ഓൺ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ. ഒരു ഡോക്ടർ എത്ര നല്ല ആളാണെന്ന് പറഞ്ഞാൽ പോലും ആ സ്റ്റാൻഡർഡൈസേഷൻ വരുന്ന ഒരു പേഷ്യൻറ്റിന് ഒരു അടുപ്പം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് പൂർണ്ണമായ രീതിയിൽ ഒരു സർവീസ് കിട്ടിയെന്ന് തോന്നുന്നത് വരെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഒരു പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിന് ലോ കസ്റ്റമർ ഇൻവോൾവ്മെൻ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകുന്നു, ഏതെങ്കിലും ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് വാങ്ങുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ സർവീസിൽ അങ്ങനെയല്ല. നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ഡോക്ടറെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു വിശ്വാസം വേണം. നമ്മളൊരു സ്കൂളിൽ ഒരു ടീച്ചറെ തന്നെ സമീപിക്കണമെങ്കിൽ നമുക്കത് നമ്മളുമായിട്ടൊരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ടാണ്. മാർക്കറ്റിംഗ് മിക്സ് പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിൽ ട്രഡീഷണൽ 4P ആണ് ഫോളോ ചെയ്യുന്നത്. സർവീസ് മാർക്കറ്റിങ്ങിൽ 7P ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ക്രിയേറ്റ്സ് അവെയർനെസ്. ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ സർവീസ് ഡീലർ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഹെൽപ്ഫുൾ ആണ്. ഇൻഫോംസ് കസ്റ്റമേഴ്സ് അബൌട്ട് ഓഫറിങ്സ്. സെക്കൻഡ് വൺ സ്റ്റിമുലേറ്റ്സ് ഡിമാൻഡ്, എൻകറേജ് പർച്ചേസ് ആൻഡ് കൺസപ്ഷൻ. നമുക്കൊരു ആവശ്യമില്ലെങ്കിൽ പോലും ഒരു ആഡോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറുടെ അവരുടെ ഒരു ഫീഡ്ബാക്കോ കണ്ടിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങും. അത് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും വാങ്ങുന്നത്. അത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കും. ബിഡ്സ് ബ്രാൻഡ് റോയാലിറ്റി, ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്, ഹെൽപ്സ് ഇൻ കോമ്പറ്റീഷൻ. ഒരുപാട് പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഏത് പ്രൊഡക്റ്റാണോ കൂടുതൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് ആൾക്കാരെ വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കോമ്പറ്റീഷൻ അപ്പോൾ അവിടെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്. ഫെസിലിറ്റേറ്റ് ഇന്നൊവേഷൻ, ഐഡൻറ്റിഫൈസ് ചേഞ്ചിങ് നീഡ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മളെപ്പോഴും കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പുതിയ അവരുടെ ആവശ്യങ്ങൾ, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്, എന്നാണ് കറണ്ട് ട്രെൻഡ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൺട്രിബ്യൂട്ട് ടു ഇക്കോണമി. ഒബ്വിയസ്ലി മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ കൂട്ടും, എംപ്ലോയ്മെൻറ്റ് കൂട്ടും. അത് എല്ലാം നമ്മുടെ GDP ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്.